ഹായ് ഓൾ, കിത്ത് ആൻഡ് കിൻലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡെയിലി വ്ലോഗൊന്നും പറയാൻ പറ്റില്ല, ഫുഡ് വ്ലോഗൊന്നും പറയാൻ പറ്റില്ല, ഒരു മിക്സാണ്. രാവിലെ തന്നെ ഒരു ചായയിൽ തുടങ്ങി, ചൂട് ചായ കുടിച്ചു. നല്ലൊരു തുടക്കമാണല്ലോ ചായയിൽ തുടങ്ങുന്നത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു റിലേറ്റീവിൻ്റെ വീട് വരെ പോകണമായിരുന്നു. അപ്പം എല്ലാം റെഡി ആയിട്ടാണ് രാവിലെ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയി. ആ യാത്ര ഒരു ഓട്ടോ യാത്രയായിരുന്നു. റോഡ് ഫുൾ ഇങ്ങനെ കുലുങ്ങിയാണ് ഞങ്ങൾ പോയത്. കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു യാത്രയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. നമുക്ക് ഫുൾ നല്ലൊരു ഗാർഡനൊക്കെ ഉള്ളൊരു വീടാണ്. ഒക്കെ ഞങ്ങൾക്കൊക്കെ ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ ആദ്യമായിട്ട് ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രേപ്സ് ആണ്. വീട്ടിൽ പിടിച്ച ഗ്രേപ്സ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല കൂട്ടുണ്ടായിരുന്നു. കാര്യം പച്ചയല്ലേ, പിന്നെ വീട്ടിൽ പിടിച്ചെന്ന് പറയുമ്പോൾ രസം. പിന്നെ ഇത് ഇവിടുത്തെ അത്തിപ്പഴമാണ്. അത്തിമരം നല്ല അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് മണം കിട്ടുന്നുണ്ട്. പിന്നെ ചെന്നത് പഴുത്തത് കണ്ടിട്ട് ചെന്ന് പിടിച്ച ഉടനെ ഇത് കയ്യിലൂരി പോകും. അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഒന്ന് ഞെക്കിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പഴുത്തതാണെന്ന് മനസ്സിലായി. പിന്നെ മണവും ഉണ്ടല്ലോ അടുത്ത് നിൽക്കുമ്പോൾ. പിന്നെ കൂട്ടത്തോടെ ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. നല്ലൊരു മണമുണ്ട് അടുത്ത് നിന്നിട്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ് അവിടുത്തെ. പിന്നെ ഇതെന്ന് പറയുന്നത് പിസ്ത മരമാണ്. പിസ്തയുടെ മരമാണ്. പിന്നെ ഇത് റംബൂട്ടാൻ. ഇതൊക്കെ പോയി കേട്ടോ, മഴ പെയ്തെല്ലാം പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇതെന്തോ ഒരു മുറിവിന് തേച്ച് കൊടുക്കുന്ന ഒരു ഔഷധ ചെടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. തേച്ച് കൊടുത്താൽ മാറുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇത് മാംഗോസ്റ്റീൻ ഫ്രൂട്ടാണ്, അതിൻ്റെ മരമാണ്. പിന്നെ ഇത് സ്ട്രോബെറി പേരക്കയാണ്. എല്ലാം അടുത്തിട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റ് അങ്ങോട്ട് കാണിച്ചു തരാനൊന്നും പറ്റുന്നില്ല. ഇത് അവക്കാഡോ ആണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ റെയർ ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അടുത്ത് നല്ല കാറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് എലന്തക്ക. ഇത് മിക്ക വീടുകളിലും കാണുമല്ലോ, സീതപ്പഴം എലന്തക്ക എന്നൊക്കെ പറയും. അതിവിടെ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ജാതിപത്രിയൊക്കെ എടുക്കുമല്ലോ ബിരിയാണിയിൽ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ജാതിക്കായും എടുക്കും. ഇതാണ് കിട്ടിയത്. ഉണങ്ങിയതും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ പിച്ചെടുത്തു, പാഷൻ ഫ്രൂട്ടും അത്തിപ്പഴമൊക്കെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഈ അത്തിപ്പഴം മുറിച്ച് നോക്കിയിട്ട് 2-3 പിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കഴിച്ചു. മധുരം ഉണ്ടായിരുന്നു, നല്ലൊരു ടേസ്റ്റായിരുന്നു. അതിനുശേഷം ലഞ്ച് കഴിച്ചു. സാമ്പാർ, ചോറ്, മീൻ പൊരിച്ചത്, കാത്തോരൻ, മീൻകറി, അച്ചാർ, പിന്നെ വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു പർച്ചേസിന് പോയി. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചെറിയ ഓണം പർച്ചേസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. വീട്ടിൽ വന്ന് ഒരു കാജു കട്ട്ലി കഴിച്ചു. ഇത് നല്ലൊരു ടേസ്റ്റല്ലേ. ഞാൻ പൊതുവേ സ്വീറ്റ് ലവറല്ല, പക്ഷേ എന്തോ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നി. ഞാൻ കഴിച്ചു. നല്ലതായിരുന്നു. എൻ്റെ ഭംഗിയാണ് കേട്ടോ, ആ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്തായാലും അത് കഴിച്ചതിന് ശേഷം ഒരു കുപ്പി വെള്ളം അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് വെള്ളം മൊത്തം കുടിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ വെച്ചു. ഭയങ്കര എഡിറ്റിംഗ് സിംഹമൊന്നുമല്ല, എന്നാലും കഴിഞ്ഞു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ്.